അതുകൊണ്ട് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ആ കോഡിനായിരിക്കും കാണിക്കുക. ഇസുകയാണെങ്കിൽ അവനോട് പറയും, ഇതെന്റെ അവസാനത്തെ സമയമാണ്. എനിക്ക് എല്ലാ പ്രതീക്ഷകളും നിന്നിൽ മാത്രമാണ് ഉള്ളത്. നിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ പറ്റിയ ആള് അത് നീ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അത് കേട്ട് അവനാണെങ്കിൽ ടെൻഷനാവും. എന്തായി പറയണേ? എന്റെ കർമ്മ പവർ അത് ഡിഫക്റ്റ് ഉള്ളതാണ്. വൈറ്റ് കർമ്മ പവർ ആണ്. അതുപയോഗിച്ച് നിങ്ങൾ എനിക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റുമോ? അതിന് ഇസുസുക്കി പറയും, തീർച്ചയായിട്ടും ഈ പറഞ്ഞത് സത്യമാണ്. നിന്നിലുള്ളത് വൈറ്റ് കർമ്മ തന്നെയാണ്. അതിന് കുറച്ച് ഡിഫക്റ്റും ഉണ്ട്. പക്ഷേ എൻ്റെ പ്യൂർ വിഷൻ അത് നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. സോ നീ നന്നായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നിന്നെ കൊണ്ട് എന്നെ റീഗെയിൻ ചെയ്യാൻ കഴിയും. നീ വേണം ഒവാക്കിയെയോ അല്ലെങ്കിൽ ബൊറൂട്ടോയെ തിരികെ പിടിക്കാൻ. അവരെ രണ്ടുപേരിൽ ഒരാളെ നീ ആ ടെയിലിൽ ഭക്ഷണമായിട്ട് കൊടുക്കണം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ട്രീ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ട്രീയിൽ നിന്ന് വരുന്ന ഫ്രൂട്ട് അത് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കോഡ് അത് ഞാനായിരിക്കും. ഈ ലോകം മുഴുവൻ നമ്മുടെ കാൽ കീഴിലെത്തും. അടുത്ത ഒട്സുസുഗി അത് നീ തന്നെയാണ്. ഓരോരോ ഡയമെൻഷനിലേക്കും ഓരോരോ പ്രപഞ്ചത്തിലേക്കും നീ പോയിക്കൊണ്ടേയിരിക്കണം. നീ നിന്നെ തന്നെ ഇവോൾവ് ചെയ്തെടുത്ത് പൂർണ്ണമായി മാറണം. ഇതാണ് ഒട്സുസുഗിയുടെ അവസാനത്തെ ആഗ്രഹം എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അങ്ങനെ കാറ്റോട് കാറ്റില്ലാതാവും. ഓടിനാണെങ്കിൽ ആദ്യം അത് കേൾക്കുമ്പോൾ കുറച്ച് ഡൗട്ടൊക്കെ തോന്നും. അതിനുശേഷം അവൻ അടിച്ചു പറയും, തീർച്ചയായിട്ടും ഒട്സുസുഗി ക്ലാനിലെ എന്നിലൂടെ ഞാൻ റീജനറേറ്റ് ചെയ്തെടുക്കും. എന്റെ ലക്ഷ്യമാണ്, ഇതെന്റെ ശബ്ദമാണ്. തീർച്ചയായിട്ടും അത് സംഭവിക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലീഫ് വില്ലേജ് കാണിക്കും. സായിയും ഷിനോയും അവർ രണ്ടുപേരും എന്തോ ചില കാര്യങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് ഷിക്കമരുവിന്റെ അസിസ്റ്റന്റ് കൊവാക്കിയോ ആയിട്ട് അവിടേക്ക് വരും. ഷിക്കമരു ആണെങ്കിൽ അവൻ ആ ഒരു അടയാളങ്ങൾ കാണിച്ചു കൊടുക്കും. കൊവാക്കി, ഞങ്ങൾ ഇത് കാര്യമായിട്ട് ചെക്ക് ചെയ്തു. ഇതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. നിനക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? കൊവാക്കി ആണെങ്കിൽ അതിലേക്ക് അല്പനേരം നോക്കും. അതിനുശേഷം അവൻ ഷോക്കായിട്ട് പറയും, ഇത് ആ കോഡിന്റെ അടയാളമാണ്. അവനാണ് ഇത്തരത്തിലുള്ള മാർക്കുകൾ ക്രിയേറ്റ് ചെയ്യുക. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത കോഡിനെ കാണിക്കും. അവനാണെങ്കിൽ മഞ്ഞു മൂടി കിടക്കുന്ന ഒരു പ്രദേശത്തൂടെ നടന്നു വരികയാണ്. അപ്പൊ അവൻ കാണും ദൂരത്തായിട്ട് ബോറോയുടെ ഒരു ക്വാർട്ടേഴ്സ്. കോഡാണെങ്കിൽ അവിടേക്ക് വന്ന് സെക്യൂരിറ്റീസിനോട് ചോദിക്കും, ഇത് ബോറോയുടെ ബിൽഡിംഗ് അല്ലേ? അതിനവര് പറയും, ബോറോ ഞങ്ങൾക്ക് ഓൾറെഡി ഇൻസ്ട്രക്ഷൻ തന്നതാണ്, ആരെയും ഇതിനകത്തേക്ക് കടത്തിവിടാൻ പാടില്ല എന്ന്. സോ ഇപ്പൊ തന്നെ നീ തിരികെ പോകണം. കോഡാണെങ്കിൽ അത് കേട്ട് ചിരിച്ച് ഇപ്പൊ അവിടേക്ക് നടന്നടുത്ത് എന്തോ ഒരു പവർ അവിടെ ഉപയോഗിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ബൊറൂട്ടോ അവൻ ഇപ്പോഴും ആമഡോ കൊടുത്ത ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ അതിന്റെ ബോട്ടിലുണ്ട്. കൊവാക്കി ആണെങ്കിൽ അവിടേക്ക് വന്ന് പറയും, നീ അല്ലാതെ ആമഡോയെ വിശ്വസിക്കില്ല. അവൻ സത്യത്തിൽ ഒരു ഫ്രോഡാണ്. അവൻ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാമെന്ന് പറയും. അതിന് ബൊറൂട്ടോ ആണെങ്കിൽ വേറെ വഴിയില്ലാതെ ടാബ്ലറ്റിലേക്ക് നോക്കി പറയും, എനിക്കിപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല, ഇതെനിക്ക് സ്വീകരിച്ചേ പറ്റൂ. എനിക്ക് ആക്ച്വലി ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നല്ല റിലീഫ് കിട്ടുന്നുണ്ട്. എൻ്റെ കർമ്മ പവർ അത് കുറേശ്ശെ കുറയുന്നുണ്ടെന്ന് പറയും. അതിന് കൊവാക്കി പറയും, സത്യത്തിൽ ആ കോഡ് നിങ്ങൾ ആരും കരുതും പോലെ അത്ര നിസ്സാരക്കാരനല്ല. അവൻ എന്തൊക്കെയോ ചില പ്ലാനുകൾ നടത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവൻ്റെ ചില മാർക്കുകൾ ലീഫ് വില്ലേജിൽ വെച്ച് ഞാൻ കണ്ടു. അത് കേൾക്കുമ്പോൾ ബൊറൂട്ടോയ്ക്കും എന്തൊക്കെയോ ചില ടെൻഷൻസ് തോന്നും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ കോഡിനെ കാണിക്കും. കോഡാണെങ്കിൽ അവന്റെ വൈറ്റ് കർമ്മ പവർ അതങ്ങനെ റിലീസ് ചെയ്ത് മുൻപിലേക്ക് നടന്നു വരികയാണ്. ആ സെക്യൂരിറ്റീസ് ആണെങ്കിൽ നിർത്താതെ അച്ചറം പൊച്ചറം ഷോട്ട് ചെയ്യും. പക്ഷേ കോഡ് ഞൊടിയിടയിൽ അങ്ങനെ ടെലിപ്പോർട്ട് ചെയ്ത് അവരുടെ തൊട്ടടുത്തെത്തി അതിലൊരുത്തനെ കൊന്ന് താഴെയിടുകയാണ്. ആണെങ്കിൽ ഞൊടിയിടയിൽ ഒരു ക്ലോ മാർക്കിലൂടെ ഇപ്പൊ ടെലിപ്പോർട്ട് ചെയ്യാണ്. അതിനുശേഷം രണ്ടാമത്തെ സെക്യൂരിറ്റിയും അവൻ ആഴത്തിൽ കുത്തി പരിക്കേൽപ്പിച്ച് താഴേക്കിടും. ഇവിടെ കൊവാക്കി ആണെങ്കിൽ ആ കാര്യം ബൊറൂട്ടോട് പറയും. കോഡിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കഴിവ് അത് ആ ക്ലോ മാർക്കിലൂടെ ടെലിപ്പോർട്ട് ചെയ്ത് പോവുക എന്നതാണ്. അവൻ എപ്പോൾ വേണമെങ്കിലും അവനിട്ട് ആ ക്ലോ മാർക്കിലൂടെ തിരികെ വരാനായിട്ട് കഴിയും. ജീകന്റെ അവസാനത്തെ റിച്വലിൽ അവസാനം ഉണ്ടായിരുന്നത് ഞാനും അവനും മാത്രമാണ്. പക്ഷേ അവന്റെ കർമ്മ പവറിൽ ചില ഡിഫക്ട്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ജീകൻ എന്നെ അവന്റെ വെസലായിട്ട് തെരഞ്ഞെടുത്തത്. കോഡിന് അവന്റെ ആ ഒരു ക്ലോ മാർക്കിൽ എപ്പോൾ വേണമെങ്കിലും വരാനും പോകാനുള്ള കഴിവ് അത് കിട്ടി. സത്യത്തിൽ കോഡ് അവനൊരു ഫെയിലിയർ എക്സ്പെരിമെന്റ് ആണ്. പക്ഷേ അവന്റെ ജീവൻ രക്ഷിച്ച് പുറത്തേക്ക് വന്നു. ഒരുപാട് പരിക്കുകൾ ഉണ്ടായിരുന്ന അവന്റെ ബോഡി അത് ജീകണും ഡോക്ടറും ഒക്കെ ചേർന്ന് നോർമലാക്കി മാറ്റി. അവന്റെ കയ്യിൽ വൈറ്റ് കർമ്മ പവർ ഉണ്ട്. സോ ആർക്ക് വേണമെങ്കിലും അവനൊരു വെപ്പനാക്കി മാറ്റാന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ കോഡ് ആ സോൾജേഴ്സിനെ എല്ലാം കൊന്ന് പുറത്തേക്ക് കയറാനായിട്ട് ശ്രമിക്കും. അപ്പോൾ വീണ്ടും ഒരുപാട് സോൾജേഴ്സ് പുറത്തേക്ക് അവനെ ഷൂട്ട് ചെയ്ത് വരികയാണ്. ഒരു ജിമ്മനാണെങ്കിൽ കോഡുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ പുറത്തു വന്ന് നിൽക്കും. അത് കണ്ട കോഡാണെങ്കിൽ അവന്റെ ക്ലൗഡ് മാർക്കിൽ അങ്ങനെ ഹൈഡ് ചെയ്യാണ്. ജിമ്മനാണെങ്കിൽ അവന്റെ ബോഡിയിൽ ഒരു ഇഞ്ചക്ഷൻ കുത്തിയിറക്കും. അതിനുശേഷം കോഡുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടിയ ബഹളം. പക്ഷെ കോഡിന് അവന്റെ വൈറ്റ് കർമ്മ പവർ കൂടുതൽ പവറും സ്ട്രെങ്ത് നൽകും. അവൻ അതുപയോഗിച്ച് ഇപ്പൊ തിരികെ അവനെ അടിച്ചു വീഴ്ത്തുകയാണ്. ജിമ്മനാണെങ്കിൽ വീണ്ടും ചാടി എഴുന്നേറ്റ് രണ്ട് ഇഞ്ചക്ഷൻ കൂടെ അവന്റെ കഴുത്തിൽ കുത്തിയിറക്കി ഇപ്പോ കേഴ്സ് മാർക്ക് പവർ പോലെ ആയി തീരുകയാണ്. അവനാണെങ്കിൽ പതിയെ ഒരു മോൺസ്റ്ററിനെ പോലെ ട്രാൻസ്ഫോം ആയി വീണ്ടും ആ കോഡുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം.
ഇവിടെ കൊവാക്കിയാണെങ്കിൽ ബൊറൂട്ടോട് പറയും ജീഗന്റെ കണ്ടുപിടുത്തത്തിൽ കോഡ് അവൻ വേറെ ലെവലാണ്, അവനെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. സത്യത്തിൽ ജീഗന്റെ ടീമിലുണ്ടായിരുന്ന എല്ലാവരും ഡോക്ടർ ആമഡോയുടെ അടുത്ത് അവരുടെ പവർ അപ്പ് ചെയ്യാനാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇവൻ മാത്രം ഇവന്റെ പവറിനെ ലിമിറ്റ് ചെയ്യാനാണ് ഡോക്ടർ ആമഡോയെ കണ്ടിരുന്നത്. അതിൽ നിന്ന് തന്നെ അവന്റെ പവർ അത് എത്രമാത്രം അൺകൺട്രോൾഡ് ആണെന്നും അതുപോലെ തന്നെ ഡേഞ്ചറസ് ആണെന്നും മനസ്സിലാക്കാം. ജയ്ഗണ്ട വെറും ഒരു വെപ്പനായിരുന്നു കോഡ്. അവൻ ഇഷ്ടമല്ലാത്തവരെ എല്ലാവരെയും അവൻ കോഡിനെ ഉപയോഗിച്ച് ഇല്ലാതാക്കിയെന്ന് പറയും. അവനത് പറയുന്ന അതേ സമയം ഇവിടെ കോഡാണെങ്കിൽ അവിടെയുള്ള ഓരോ സെക്യൂരിറ്റീസിനെയും അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. കോഡാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസിനെ എല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് ഇല്ലാതാക്കി. കട്ട് ചെയ്ത ഷിക്കമരുവും സായും അവർ നറൂട്ടോയുടെ അടുത്തേക്ക് വന്ന് കോഡിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യാണ്. കോഡ് നമ്മൾ കരുതിയതുപോലല്ല അവന്റെ ക്ലോ മാർക്ക്. അതുപയോഗിച്ച് അവന് ടെലിപ്പോർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മുടെ ഗ്രാമത്തിന്റെ ബോർഡറിൽ അവന്റെ 4 ക്ലോ മാർക്കാണ് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത്. അത് ഓൾറെഡി കൊവാക്കി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഫോർത്ത് ഹൊക്കാഗെ പോലെ അവനെ കൊണ്ട് ആ ക്ലോ മാർക്കിന്റെ സഹായത്താൽ നിമിഷ നേരങ്ങൾ കൊണ്ട് ഇവിടേക്ക് എത്താനും ഇവിടുന്ന് കടന്നു പോകാനും സാധിക്കും. ബൊറൂട്ടോ ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ടെൻസ്ഡ് ആവും. എത്രയും വേഗം സാസുക ഇത് അറിയിക്കണം. സാസുക ആ കോഡിനെ അന്വേഷിച്ചാണ് ഇവിടുന്ന് പോയത്. നമ്മൾ വിജിലന്റ് ഇരുന്നിട്ടില്ല എങ്കിൽ അവൻ ഇവിടേക്ക് വന്ന് എന്നെയും സാസുകയും ഇല്ലാതാക്കുമെന്ന് പറയും. അതിന് ഷിക്കമരു പറയും, നിങ്ങൾ രണ്ടുപേരും അല്ല, ഞങ്ങളുടെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ അവന്റെ യഥാർത്ഥ ലക്ഷ്യം അത് ബൊറൂട്ടോയും കൊവാക്കിയും തന്നെയാണ്. ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കേണ്ടത് അവർക്കാണ്. അവരെ രണ്ടുപേരെ പോലെ തന്നെ ആമഡോയും ഇപ്പൊ ഡേഞ്ചറിലാണ്. സോ നിങ്ങൾ 5 പേരെയും ഞങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സായും ഷിക്കമരുവും അവർ രണ്ടുപേരും സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ ലാബിലുള്ള ആമഡോ ഡോക്ടറിന്റെ അടുത്തേക്ക് വരികയാണ്. അവരാണെങ്കിൽ ഡോക്ടറിനോട് പറയും, കോഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരാൾ നിങ്ങളാണ്. നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ്. ഡോക്ടറാണെങ്കിൽ തീർത്ത് പറയും, നിങ്ങൾ ഉറപ്പായാലും എനിക്ക് സെക്യൂരിറ്റി തരണം. അവൻ എന്നെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് വേറെ വഴിയുണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും എനിക്ക് അവന് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. എനിക്ക് അവനെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ അവൻ്റെ കയ്യിൽ പെടാതെ നിങ്ങൾ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അവൻ്റെ കയ്യിലുള്ള പവർ അനുസരിച്ച് അവന് ലീഫ് വില്ലേജ് വരെ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് കഴിയും. മാത്രമല്ല അവനിപ്പോൾ ആദ്യം ശ്രമിക്കുക അവൻ്റെ ബോഡിയിലുള്ള ലിമിറ്റർ അത് എലിമിനേറ്റ് ചെയ്യാനായിരിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ അൺലിമിറ്റഡ് പവർ അത് മുഴുവനായിട്ടും പുറത്തേക്ക് വരും. അതിനെ ആർക്കും തടയാനാവില്ല. കട്ട് ചെയ്ത ഇവിടെ കോഡാണെങ്കിൽ ബഗ് എന്ന പേരുള്ള ഒരു അപ്പാപ്പൻ്റെ അടുത്തേക്ക് വരികയാണ്. കോഡാണെങ്കിൽ ജീഗണും ബോറോയ്ക്കും ഒക്കെ സംഭവിച്ച കാര്യങ്ങൾ ആ അപ്പാപ്പനോട് പറയാണ്. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ല. എനിക്കിപ്പോൾ നിങ്ങളുടെ ഒരു ഹെൽപ്പ് ആവശ്യമാണ്. ബോറോ ഇവിടേക്ക് ഒരുപാട് സൈബോർക്കുകളെ അയച്ചിട്ടുണ്ട്. അവിടേക്ക് എന്നെ നിങ്ങൾ കൊണ്ടുപോകണം. അതിന് അപ്പാപ്പൻ പറയും, ബോറോ മരിച്ചെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഞാൻ കൊണ്ടുപോകും. പക്ഷെ ഞാൻ നിന്നെ എങ്ങനെ വിശ്വസിക്കും? നീ പറഞ്ഞത് അത് സത്യം തന്നെയാണോ? അതിന് കോഡാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ അങ്ങനെ ആ അപ്പാപ്പനെ തെറിപ്പിച്ച് നോക്കുകയാണ്. ഓക്കെ, നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാം, നിന്നെ അവിടേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് അവനെയും കൂട്ടി അവിടുന്ന് കടന്നു പോവാണ്. കട്ട് ചെയ്ത ഇവിടെ കൊവാക്കിയാണെങ്കിൽ കോഡിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ ബൊറൂട്ടോട് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ മുൻപിൽ ഇനി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. നീ നിന്റെ കർമ്മ പവർ അത് ആ കോഡിന്റെ ബോഡിയിലേക്ക് ഇജക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാനാവും. ബൊറൂട്ടോ, നീ കോഡിനെ നിന്റെ വെസലാക്കി മാറ്റണം. അത് കേട്ട് ബൊറൂട്ടോ ഞെട്ടുകയാണ്. ഒരു കാരണവശാലും ഞാൻ അങ്ങനെ ചെയ്യില്ല. എൻ്റെ ലൈഫ് അത് സേവ് ചെയ്യാനായിട്ട് മറ്റൊരാളുടെ ലൈഫ് ഞാൻ ഇല്ലാതാക്കില്ല. അതിന് കൊവാക്കാണെങ്കിൽ ടെൻഷനാവും. അയ്യോ ഇല്ല, നീ കരുതും പോലെയല്ല, കോഡിനെ ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാനാവില്ല. ബൊറൂട്ടോ ആണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും ഞാൻ അങ്ങനെ ചെയ്യില്ല. കോഡ് എവിടെയുണ്ടെങ്കിലും ഞാൻ അവനെ കണ്ടെത്തി അവനുമായിട്ട് സ്ട്രെയിറ്റ് ഫൈറ്റ് ചെയ്യും. ഞാൻ എൻ്റെ ട്രെയിനിങ്ങും എബിലിറ്റിയും ഒക്കെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ അപ്പാപ്പനാണെങ്കിൽ ഒരു പ്രത്യേക കണ്ടെയ്നറിന്റെ അടുത്തേക്ക് കോഡിനെ എത്തിക്കുകയാണ്. സത്യത്തിൽ ആ ബോറോ അവൻ എന്തിനാണ് ഇവളിവിടെ സൂക്ഷിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനപ്പാപ്പൻ പറയും, ആക്ച്വലി ഇവൾക്ക് ഒരുപാട് കഴിവും എബിലിറ്റിയും ഉണ്ട്. അതുകൊണ്ടാണ് ബോറോ ഇതിനെ ഇവിടെ സൂക്ഷിച്ചത്. ഉടനെ അത് കേട്ട് അവൻ ചിരിക്കും. സത്യത്തിൽ അതെനിക്കിപ്പോൾ അനുഗ്രഹമായി. നിങ്ങളിത് എത്രയും വേഗം ഓപ്പൺ ചെയ്യ്, എനിക്ക് ചില കാര്യങ്ങൾ ഇവളിൽ നിന്ന് അറിയാനുണ്ട്. അടുത്ത നിമിഷം ആ ഡോർ ഓപ്പൺ ചെയ്യും. അവളാണെങ്കിൽ സ്റ്റൈലായിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. കോഡാണെങ്കിൽ അവളോട് പറയും, ഞാനാണ് കോഡ്, നിന്നെ ചെയ്തത് അത് ഞാനാണെന്ന് പറയും. അതിനവളാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യാതെ അങ്ങനെ നടന്ന് മുൻപോട്ടേക്ക് പോവാണ്. അവളാണെങ്കിൽ ഒരു ലോക്ക് ഉപയോഗിച്ച് അവളെ ലോക്ക് ചെയ്യും. എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്, അതിന് മറുപടി പറഞ്ഞിട്ടേ നീ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. അതിനവള് സ്റ്റൈലായി ടേൺ ചെയ്ത് അവനെ അങ്ങനെ ടെററായിട്ട് നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.